എത്ര ദിവസമായി ആ കുമാരനോട് ഈ മരമൊന്ന് മുറിക്കാൻ പറയുന്നു. നേരം വെളുത്താൽ മുറ്റം മടിച്ചടിച്ച് മനുഷ്യന്റെ നടു ഒടിയും. എന്താ അമ്മുല്ലേ? അവളത് ഉറങ്ങുന്നു. അവൾ എഴുന്നേറ്റില്ല? ഇല്ല, എഴുന്നേറ്റില്ല. 8 മണി ആയല്ലേ ഉള്ളൂ. നീ എന്താ വേഗൊക്കെ എടുത്ത് രാവിലെ തന്നെ? ഇന്ന് ഓണ പരീക്ഷ തുടങ്ങുകയല്ലേ, ബുക്കൊക്കെ ഒന്ന് നോക്കാൻ വന്നതാ. ശിവ ശിവ, ഇന്നാണ് തുടങ്ങുന്നത്. എന്നിട്ട് അവളൊന്നും പറഞ്ഞില്ലല്ലോ. നീ കയറി വാ, ഞാൻ അവളെ വിളിക്കാം. ഉരുപ്പങ്ങൾ 2 പരീക്ഷയായിട്ട് പോത്ത് വരെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ കാണിച്ചു കൊടുക്കാം. നീ ഇവിടെ കയറി ഇരിക്കും കേട്ടോ. പരീക്ഷയും വെച്ചിട്ട് 2ന്റെയും മുറക്കെ കണ്ടാൽ മതി. അമ്മോ എഴുന്നേൽക്കമ്മോ. അപ്പൊ കൂട്ടാ എഴുന്നേൽക്ക്. എടി നിന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞത്. പരീക്ഷയല്ലേ ഇന്ന്? ഞാനൊക്കെ പഠിച്ചതാ. പഠിച്ചതാ പോലും. എഴുന്നേൽക്കാനാ പറഞ്ഞത്. അപ്പോ എഴുന്നേൽക്ക്. വിളിക്കുമ്പോ ചവിട്ടുന്നോ? നിന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞത്. ഓരോരു കാലി. പരീക്ഷക്കാറ്റ മാർക്കും കുറഞ്ഞു വാ. 2 ഞാൻ കാണിച്ചു തരാം. വായും പോലത് കിടക്കാതെ നിന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞത്. അപ്പൂട്ടാ ഞാൻ എഴുന്നേറ്റോളാം. പൂട്ടടാ നീ കണ്ണ്. ഇനിയും പൂട്ട്. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. പരീക്ഷക്ക് മാർക്ക് കുറയട്ടെ. എടി അമ്മു എഴുന്നേറ്റുന്നേ. നിന്നെയും നോക്കി ആ പിങ്കി നേരം വെളുക്കുമ്പോൾ വന്നിന്. ആ അവള് നേരം വെളുക്കുമ്പോൾ വന്നിന്. നിന്നെ പോലെയല്ല, അവൾക്കൊക്കെ കുറച്ച് പഠിക്കണമെന്നുണ്ട്. ഞാൻ കണ്ടില്ല. അവിടെ എവിടെയെങ്കിലും കാണും. നീ കിടന്നത് തന്നെ. അപ്പൊ കുട്ടാ ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തിക്കരുത്. നിന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞത്. ഫസ്റ്റ് വരുന്നവർക്ക് മുട്ടയും ചായമുണ്ടേ. ഹായ്, മുട്ടയുണ്ടെന്നോ? എന്ന് എപ്പോ എഴുന്നേറ്റെന്ന് ചോദിച്ചാ മതി. അങ്ങോട്ട് നിക്കടി. അമ്മേ ഞാനിതാ വന്നു. എനിക്ക് എടുത്ത മുട്ട. ഇവരെന്തിനാ നോക്കിയത്? എടി നീ ഇരിക്ക്, ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം. നീ പെട്ടെന്ന് നോക്ക്, ഇപ്പൊ ആമിയും വരും. ആടി ഞാൻ പെട്ടെന്ന് വരാം. അപ്പുക്കുട്ട തുറക്കേ. അപ്പുക്കുട്ട തുറക്കേ. എടി നീ അപ്പുറം പോയി ഇരുന്നോ? ദാദാ സാഹിബ് വരുന്നേ, വഴി മാറിക്കോ. അപ്പുക്കുട്ട തുറക്കേ. സ്വസ്ഥമായിട്ട് ബാത്റൂമിൽ ഇരിക്കാൻ വിടില്ലല്ലോ. അപ്പുക്കുട്ട തുറക്കേ. ഞാൻ അപ്പിയിടുന്ന കുറച്ച് കഴിഞ്ഞിട്ടേ തുറക്കൂ. നീ എത്ര സമയമായി കാര്യമായിട്ട് ഒന്ന് തുറക്കേ. അവൾക്ക് എന്നെയും കത്തവിടെ നിൽക്കുന്നുണ്ട്. നിന്നോട് തുറക്കാൻ പറഞ്ഞത്. അമ്മേ ഇവനോടൊന്ന് തുറക്കാൻ പറ. നീ എന്ത് പറഞ്ഞിട്ടെന്താ? എന്റെ പണി കഴിയാതെ ഞാൻ തുറക്കില്ല. നീ അവിടെ ഇരിക്കും കുറച്ച് സമയം. അമ്മേ. കുഞ്ഞപ്പൻ ചേട്ടൻ കടലിൽ തൂറാൻ പോയപ്പോൾ മാനത്ത് മഞ്ഞക്കിളികൾ കൈമുട്ടിപ്പാടി ചേട്ടാ മുക്കിത്തൂറ് 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 ചേട്ടാ മുക്കിത്തൂറ് മുക്കിത്തൂറ്. നല്ല പാട്ട്. എടാ അപ്പുകുട്ട, നിനക്കുള്ളത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. നിന്റെ പാട്ട് പിങ്കിയൊക്കെ കേട്ടു. അമ്മേ അവര് കേട്ടു കാണുമോ? കേട്ടു കാണില്ല. അവൾ വെറുതെ പറഞ്ഞതായിരിക്കും. അങ്ങനെ കളവ് പറഞ്ഞ് എന്നെ ഇറക്കാമെന്ന് നോക്കണ്ട. ഇല്ല, ഞാൻ ഇപ്പൊ ഒന്നും ഇറങ്ങില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ഇറങ്ങും. അവനോടൊന്ന് ഇറങ്ങാൻ പറ. അവൻ എത്ര സമയമായി ബാത്റൂമിൽ കയറിയിട്ട്? അവനെന്താ ബാത്റൂമിൽ നാക്കുന്നത്? അവൻ പാട്ട് പാടി കുത്തിരിക്കുകയാ. അവരൊക്കെ എന്നെ എത്ര സമയമായി കാത്തു നിൽക്കുന്നു? ഒന്ന് ഇറങ്ങാൻ പറ. നിനക്ക് അവരോട് പറയറോ പിങ്കിയൊക്കെ കാത്തു നിൽക്കുന്നുണ്ടെന്ന്? ഞാൻ എത്ര സമയമായി പറയുന്നു. അവൻ വന്നൊന്ന് പറ. അവൻ ഇറങ്ങുന്നില്ല. ഈ കുരിപ്പിനെയും കൂടി ഞാൻ എന്താ വേണ്ടത്? നടക്ക്. അപ്പുകുട്ടാ തുറക്ക്. അപ്പുകുട്ടാ പെട്ടു. അയ്യോ അമ്മ വന്നു. അപ്പുകുട്ടാ തുറക്ക്. എനിക്ക് ബാത്റൂമിൽ നിന്ന് സോപ്പ് എടുക്കാനാ. സോപ്പ് എടുക്കാനായിരുന്നോ? ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഞാൻ വിചാരിച്ചു അമ്മ പോയി പാര വെച്ചതാണെന്ന്. എടാ നിന്റോടാ പറയുന്നത്. നീ ഒന്ന് തുറക്ക്. അപ്പുകുട്ടാ. അമ്മേ ഞാൻ തുറന്നു തരാം. അമ്മ സോപ്പ് എടുത്തോ. ആർക്ക് വേണം സോപ്പ്? നീ ഇതിന്റെ ഉള്ളിൽ കയറി വെറുതെ ഇരുന്നിട്ട് സമയം കളഞ്ഞതാ അല്ലേ? നിന്നെ ഞാൻ